ഹായ് ആൾ, വെൽക്കം ടു CC. എൻ്റെ പേര് കൈലാസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബിടെക് അല്ലെങ്കിൽ മെക്കാനിക്കലിലോ സിവിലിലോ ഇലക്ട്രിക്കലിലോ ഒക്കെ കഴിഞ്ഞവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി PSC ഉടനെ വിളിക്കുന്ന ഒരു പോസ്റ്റാണ് ലെക്ചറർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, സാലറി റേഞ്ച് എന്താണ്, അതുപോലെ സിലബസ് എന്താണ്, അതൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതേപോലെ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലെക്ചറർ ഇൻ പോളിടെക്നിക് മെക്കാനിക്കൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഗവൺമെന്റ് പോളിടെക്നിക്കുകളിൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പോസ്റ്റാണ് എന്ത്, ലെക്ചറർ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം മെക്കാനിക്കൽ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ സിലബസ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നോക്കിയേ, an objective type competitive examination conducted by the Kerala PSC to assess technical proficiency and engineering aptitude. നമ്മുടെ ടെക്നിക്കലായിട്ടുള്ള നോളജ് പരിശോധിക്കാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ് എന്ത്, ഈ പൊളിറ്റിക്കൽ ലെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോക്കിയേ, ഇതിൻ്റെ എഡ്യൂക്കേഷൻ എന്താ വേണ്ടത്, BE അല്ലെങ്കിൽ BTech. ഓക്കെ, മെക്കാനിക്കൽ തന്നെ വേണം. അതേപോലെ തന്നെ ഫസ്റ്റ് ക്ലാസ് ആണ് അവർ പറയുന്നത്. ഈ ഫസ്റ്റ് ക്ലാസ് എന്ന് വെച്ചാൽ എന്താ, നിങ്ങളുടെ CGPA 6.5, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 65% ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ലെക്ചർ ഇൻ മെക്കാനിക്കൽ BTech വേണം, ഓട്ടോമൊബൈലാണെങ്കിൽ ഓട്ടോമൊബൈൽ വേണം, സിവിലാണെങ്കിൽ സിവിൽ വേണം. അങ്ങനെ ഓരോ ബ്രാഞ്ചിനും എന്താ കറക്റ്റായിട്ടുള്ള BTech ഡിഗ്രി അല്ലെങ്കിൽ BE നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു ഏജ് എന്ന് പറയുന്നത് 22 വയസ്സ് തൊട്ട് 39 വയസ്സ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ OBC SC ST കാറ്റഗറിക്ക് എന്തുണ്ട്, ഏജിനൊരു റിലാക്സേഷൻ കൂടെ PSC തരുന്നുണ്ട്. ഇനി സാലറി റേഞ്ച് എന്ന് പറയുന്നത് നല്ലൊരു പേ സ്കെയിലാണ്. 55,000 തൊട്ട് 65,000 രൂപ വരെ നിങ്ങൾക്ക് എന്ത് ഏൺ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കഴിഞ്ഞ 2021 എക്സാം നടന്നത് ലാസ്റ്റ് അതിനകത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ കട്ട് ഓഫ് വന്നത് 60.33 ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷനും എക്സാമിനേഷനും എത്ര അഡ്വൈസ് പോയി എന്നൊക്കെ നോക്കാം. ഓക്കെ, കഴിഞ്ഞ എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നത് 3/4/2021 അത് നമുക്ക് 1 മാസം സമയം ഉണ്ടായിരുന്നു. 5/5/2021 അപ്ലൈ ഉള്ള സമയം ഉണ്ടായിരുന്നു. അത് നോക്കിയേ, എത്ര പേര് അറ്റൻഡ് ചെയ്തു എന്ന് ചോദിച്ചാൽ 3980 പേരാണ് അറ്റൻഡ് ചെയ്തത്. പക്ഷെ എത്ര പേര് അപ്ലൈ ചെയ്തു, 16,230 പേര് അപ്ലൈ ചെയ്തതിൽ 3980 പേര് മാത്രമേ എക്സാം എഴുതിയുള്ളൂ. ഇനിയും ഇതിനകത്ത് തന്നെ നമ്മുടെ എക്സാം ഡേറ്റ് വന്നതെന്ന് വെച്ചാൽ നോക്കിയേ, മെയ് 5 2021 ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നോക്കിയേ, ജൂലൈ 25 2023 എക്സാം. ഓക്കെ, ഇനി ഈ 3080 പേര് എഴുതിയതിൽ റാങ്ക് ലിസ്റ്റ് വന്ന എത്ര പേരാ, അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എത്ര പേരാ, 229 പേരെ അറ്റൻഡ് ചെയ്തുള്ളൂ. ഇനി ഇതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുക, അല്ലെങ്കിൽ അതിന് മുന്നേ റാങ്ക് ലിസ്റ്റ് എന്ന് വരെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, 2027 ഓഗസ്റ്റ് 9 വരെ ഉണ്ട് അതിന്റെ റാങ്ക് ലിസ്റ്റ്. ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റ് അതുവരെ ഉണ്ട്. ഇനി ഇതുവരെ 51 അഡ്വൈസ് പോയി. എത്രയാണ്, 51 അഡ്വൈസാണ് ഇതുവരെ പോയത്. അതേപോലെ 2026 മാർച്ച് 17 ലാസ്റ്റ് അഡ്വൈസ് പോയത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമുക്കിനി സിലബസ് നോക്കാം. സിലബസ് നമ്മൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ അത് മെക്കാനിക്കൽ ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ, സിവിൽ ഏതായിക്കോട്ടെ, എല്ലാവർക്കും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ മാത്തമാറ്റിക്സ് ഉണ്ട്. അതുപോലെ ബേസിക് സിവില്, ബേസിക് മെക്കാനിക്കല്, ബേസിക് ഇലക്ട്രിക്കല്, എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ്, ഈ 5 മൊഡ്യൂള് എല്ലാ ബ്രാഞ്ചുകാർക്കും ഉണ്ട്. ഏത് പോളി ലെക്ചർ ആണെങ്കിലും അവർക്കെല്ലാം ഈ 5 മൊഡ്യൂൾസ് ഉണ്ട്. ഇനി മെക്കാനിക്കലുകാർക്ക് പിന്നെ വരുന്നതെല്ലാം അവരുടേതായിട്ടുള്ള ബ്രാഞ്ചുകളാണ്, സിവിലുകാർക്ക് അവരുടെ ബ്രാഞ്ചുകൾ. അങ്ങനെ ആദ്യത്തെ 5 മൊഡ്യൂള് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ള ബാക്കി മൊഡ്യൂൾസ് എന്ന് പറയുന്നത് കോർ ബ്രാഞ്ചാണ് വരുന്നത്. മെക്കാനിക്കലാണെങ്കിൽ അവരുടെ കോറ്, ഇലക്ട്രിക്കലാണെങ്കിൽ അവരുടെ കോറ്, സിവിലാണെങ്കിൽ അവരുടെ കോറ്. ആദ്യത്തെ 5 മൊഡ്യൂൾ നമുക്ക് നോക്കാം. ഇപ്പം നോക്കിയേ, ഫസ്റ്റ് നമുക്ക് ടെക്നിക്കൽ മാത്തമാറ്റിക്സിനകത്ത് എന്തൊക്കെയാണ് പഠിക്കുന്നത് നോക്കിയേ. നമ്മൾക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള മെട്രിക്സ് പഠിക്കാനുണ്ട്, ഡിറ്റർമിനൻസ് ഉണ്ട്. ഇപ്പം മെട്രിക്സ് എന്തൊക്കെയാ, അഡ്ജോയിന്റ് മെട്രിക്സ്, ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്, മെട്രിക്സ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ, അഡീഷന്, സബ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷന്, മെട്രിക്സ് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇനി ഡിറ്റർമിനന്റ് വരുവാണെങ്കിലോ സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ തേർഡ് ഓർഡർ അല്ലെങ്കിൽ 2/2, 3/3 മെട്രിക്സിന്റെ അല്ലെങ്കിൽ 3/3 ഡിറ്റർമിനന്റ് ഇവാലുവേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം, മൈനസ്, കോഫാക്ടേഴ്സ്, അതേപോലെ ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട്
എങ്ങനെ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. അതാണ് ഡിറ്റർമിനൻസ് അത് പഠിക്കാനുള്ളത്. ഇനി ബൈനോമിയൽ സീരീസ് ആണെങ്കിൽ ബൈനോമിയൽ തിയറം വെച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ എക്സ്പാൻഷൻ വരുന്നത്. ഇനിയും ട്രിഗണോമെട്രി ആണെങ്കിലോ നമുക്ക് അറിയാം ASTC റൂളൊക്കെ നമ്മൾ അറിയാമല്ലോ. നമുക്ക് ആ ASTC റൂളൊക്കെ വെച്ചിട്ട് എത്ര ക്വാഡ്രന്റ് ഉണ്ട്, ആ ക്വാഡ്രന്റിലൊക്കെ എന്തൊക്കെയാണ് അതിന്റെ സൈന്, അതേപോലെ സൈനും കോസിന്റെയും ഐഡന്റിറ്റീസ്, അതിന്റെ ഇക്വേഷൻസ്, പ്രോബ്ലംസ്, അതാണ് ഈ ഒരു ട്രിഗണോമെട്രിയിൽ വരുന്നത്. ഇനി കോർഡിനേറ്റ് ജിയോമെട്രി എടുക്കുവാണെങ്കിലോ ലൈനിന്റെ ഇക്വേഷൻസ്, സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, സ്ലോപ്പും പോയിന്റും ഉണ്ടെങ്കിൽ എങ്ങനെ ഇക്വേഷൻ എഴുതാം, അങ്ങനെയുള്ള ഇക്വേഷൻസും, അതേപോലെ രണ്ട് ലൈൻസ് പാരലാണെങ്കിലും പെർപെൻഡിക്കുലർ ആണെങ്കിലും എന്തൊക്കെയാണ് കണ്ടീഷൻസ്, അതൊക്കെയാണ് നമ്മൾ കോർഡിനേറ്റ് ജിയോമെട്രിയിൽ പഠിക്കുന്ന ഇക്വേഷൻസ് ആൻഡ് കണ്ടീഷൻസിൽ നമ്മൾ പഠിക്കുന്നത്. അടുത്ത് നോക്കുവാണെങ്കിൽ നോക്കിയേ, ഡിഫറൻസിയേഷൻ ഉണ്ട്. ഡിഫറൻസിയേഷനകത്ത് ലിമിറ്റ്സ്, ടാൻജന്റ്, മാക്സിമ ആൻഡ് മിനിമ നമ്മൾ +2 പഠിക്കുന്നതാണ്. അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞ് ബിടെക്കിൽ വന്നവർക്ക് അറിയായിരിക്കും, ഡിപ്ലോമയിൽ നമ്മൾ പഠിക്കുന്ന മാത്സ് തന്നെയാണ് അവരെടുത്ത് സിലബസിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് നോക്കി ഇൻ്റഗ്രേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ്, അതുപോലെ ഏരിയ അണ്ടർ കർവ്, ഇൻ്റഗ്രേഷൻ്റെ പ്രോബ്ലംസും ഏരിയ കണ്ടുപിടിക്കും, ഇൻ്റഗ്രേഷൻ വെച്ച് ഏരിയ കണ്ടുപിടിക്കുന്ന പ്രോബ്ലം നമുക്ക് ഇവിടെ ചെയ്യേണ്ടി വരും. അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കുകയാണെങ്കിലോ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് വെച്ച് എങ്ങനെ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. അതേപോലെ തന്നെ ഫസ്റ്റ് ഓർഡറിൻ്റെ സൊല്യൂഷൻ, ലീനിയർ ഫസ്റ്റ് ഓർഡറിൻ്റെ സൊല്യൂഷൻ, ഇത്രയാണ് നമ്മുടെ ടെക്നിക്കൽ മാത്തമാറ്റിക്സിൽ എല്ലാ ബ്രാഞ്ചുകാർക്കും പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സിവിലും മെക്കാനിക്കലും നോക്കാം. ഇപ്പോൾ സിവിൽ എന്ന് പറയുന്നത് മൊഡ്യൂൾ 1ന്റെ ബിയും മെക്കാനിക്കൽ എന്ന് പറയുന്നത് മൊഡ്യൂൾ 1ന്റെ സിയും ആണ്. ഇപ്പോൾ സിവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് ആണ് ആദ്യം പഠിക്കാനുള്ളത്. ബ്രിക്ക്, സിമെന്റ്, കോൺക്രീറ്റ്, അതുപോലെ തന്നെ ഫൗണ്ടേഷൻസ്, ചെയിൻ സർവേയിങ്, ലെവലിങ്, ഇത്രയാണ് നമുക്ക് സിവിലിൽ പഠിക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത്. ഇനി മെക്കാനിക്കൽ വരുമ്പോഴോ IC എഞ്ചിൻ പഠിക്കാറുണ്ട്, 2 സ്ട്രോക്കും 4 സ്ട്രോക്കും പഠിക്കാറുണ്ട്. അതുപോലെ ഡിഫറൻഷ്യൽ, ട്രാൻസ്മിഷൻ സിസ്റ്റംസ് ഇൻ ഓട്ടോമൊബൈൽസ്, അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പവർ പ്ലാന്റുകളെ പറ്റി പഠിക്കാനുള്ള കാര്യങ്ങൾ മെക്കാനിക്കലുള്ളത്. ഈ മെക്കും സിവിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കിലും സിവിലിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ നമുക്ക് ഈ മൊഡ്യൂൾ 1ന്റെ ബിയിലും സിയിലുമായിട്ട് പഠിക്കണം. ഓക്കെ, ഇനിയും അടുത്ത് നോക്കിയേ, മൊഡ്യൂൾ 1ന്റെ D എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇവിടെ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. എന്ത് ഓംസ് ലോ, സീരീസ് പാരലൽ സർക്യൂട്ട്, AC സർക്യൂട്ട്, RLC അല്ലെങ്കിൽ LCR സർക്യൂട്ട്, ഇമ്പിഡൻസ് എന്താണ്, പവർ ഫാക്ടർ എന്താണ്, എർത്തിങ്ങും ലൈറ്റിംഗ് പ്രൊട്ടക്ഷനുമാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളത്. ഇത് മെക്ക് സിവിൽ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇച്ചിരി എളുപ്പമായിട്ടാണ് തോന്നിയത്. അടുത്ത മൊഡ്യൂൾ 1ന്റെ E നോക്കുവാണെങ്കിൽ അവിടെ ഇലക്ട്രോണിക്സ് ആണ് വരുന്നത്. എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് ആണ് പഠിക്കാനുള്ളത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി ടഫായിട്ട് തോന്നി LED വേഴ്സസ് CFL ലൈറ്റിംഗ്, LEDയും CFL തമ്മിലുള്ള വ്യത്യാസം, പവർ സപ്ലൈ റെക്ടിഫയർ എന്താണ്, SMPS എന്താണ്, IC ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്താണ്, മൈക്രോ കൺട്രോളേഴ്സ്, വേസ്റ്റ് മാനേജ്മെന്റ്, ഇതൊക്കെയാണ് എന്ത് എസെൻഷ്യൽസ് ഓഫ് ഇലക്ട്രോണിക്സ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ എന്താണ് ഇവിടെ വരെ എന്താ എല്ലാ ബ്രാഞ്ചുകാർക്കും കോമണാണ്. ഇനിയും പറയാൻ പോകുന്നത് മെക്കാനിക്കലിൽ മാത്രമാണ്. മൊഡ്യൂൾ 2 എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റും ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗുമാണ്. നമ്മളിപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഡിപ്ലോമയിൽ പഠിക്കുവാണെങ്കിൽ S4 അല്ലെങ്കിൽ S5 പഠിക്കുന്നത്. ബിടെക്കുകാർക്ക് ഈ സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ആദ്യം പഠിക്കുന്ന മാനേജ്മെന്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈലേഴ്സ് സയന്റിഫിക് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണ്, അതുപോലെ ഏതൊക്കെ ടൈപ്പ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്, ഏതൊക്കെ വേജ് സിസ്റ്റം ഉണ്ട്, അതൊക്കെ പഠിക്കണം. അതുപോലെ ഓപ്പറേഷൻ നോക്കുകയാണെങ്കിൽ CPM-ഉം PERT എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ് ആണ്. ഇത് രണ്ടാണ്, CPM-ഉം PERT എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, PERT എന്നൊക്കെ പറയുന്നത്. അതുപോലെ ലീനിയർ പ്രോഗ്രാമിങ്ങിന്റെ ഒരു ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട്. ഗെയിം തിയറി ഒക്കെയാണ് നമുക്ക് ഓപ്പറേഷനിൽ വരുന്നത്. ഇനി മെറ്റീരിയൽസ് വരുവാണെങ്കിലോ ഇൻവെന്ററി മാനേജ്മെന്റ് ആയിട്ടുള്ള നമ്മൾ ടെക്നിക്സ്, EOQ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ABC അനാലിസിസ്, സ്റ്റോർ കീപ്പിംഗ്, സെയിൽസ്, ഫോർകാസ്റ്റിംഗ്, അതൊക്കെയാണ് മെറ്റീരിയൽസ് വരുന്നത്. ഇനി PPC എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഇല്ലേ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സിസ്റ്റം, ഫോർകാസ്റ്റിംഗ്, പ്രോസസ് പ്ലാനിങ്, റൂട്ടിങ്, ഷെഡ്യൂളിങ്, ഡിസ്പാച്ചിങ്, പ്ലാൻ ലേഔട്ട്, മെയിൻ്റനൻസ്. ഇത് ശരി ഈ ഒരു മൊഡ്യൂൾ എന്ന് വെച്ചാൽ അത്യാവശ്യം തിയറി കൂടുതലുള്ള മൊഡ്യൂൾസ് ആണ്. അവിടെ എന്ന് വെച്ചാൽ ആ വൊക്കാബുലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ EOQ, ABC, CPM, PERT, അതിൻ്റെ എക്സ്പാൻഷൻസ് അതെന്താണ്, അതൊക്കെ MCQ ഒരുപാട് വരുന്ന പോർഷൻസ് ആണ്. ഇനി മെത്തേഡ് സ്റ്റഡി വർക്ക് സ്റ്റഡി എന്താണ്, മോഷൻ എക്കോണമി, പ്രോസസ് ചാർട്ട്, സിമോ ചാർട്ട്,
അതുപോലെ ടൈം സ്റ്റഡി, വർക്ക് സാമ്പിളിങ്, അതൊക്കെയാണെന്ന് വെച്ചാൽ മെത്തേഡ് സ്റ്റഡിയിൽ വരുന്നത്. ഇനി അതേപോലെ തന്നെ നോക്കിയേ, ഇവിടെ വരെ എന്ന് പറയുന്നത് വെച്ചാൽ മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻസ്, മെറ്റീരിയൽസ്, ഇവിടെ വരെ എന്ന് വെച്ചാൽ അത് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് വരുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ PPC മുതൽ നമുക്ക് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മളിപ്പം പറഞ്ഞ ഈ PPC, അതേപോലെ തന്നെ അടുത്തൊന്ന് മെത്തേഡ് സ്റ്റഡി നമ്മൾ പറഞ്ഞു, ഇതൊക്കെ എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് വരുന്നതാണ്. അടുത്ത് നോക്കിയേ, ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ നോക്കിയേ, ഏതൊക്കെ ടൈപ്പ് ഇൻസ്പെക്ഷൻ ഉണ്ട്, ക്വാളിറ്റി കൺട്രോൾ മെത്തേഡ്സ് ഏതൊക്കെയാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ എന്താണ്, കൺട്രോൾ ചാർട്ട് എന്താണ്, അതൊക്കെ നമ്മളിവിടെ പഠിക്കാനുണ്ട്. അത് നോക്കിയേ, ഫണ്ടമെന്റൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ മീന്, മീഡിയൻ, മോഡ്, അതിൻ്റെ പ്രോബ്ലംസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ എന്താണ് ജസ്റ്റ് ഒന്ന് ബേസ് മാത്രം മതി. അതേപോലെ തന്നെ എന്താണ് പ്രൊജക്ട് അനാലിസിസ് വരുമ്പോൾ കോസ്റ്റിങ്, ഡിപ്രീസിയേഷനൊക്കെ നമ്മളെന്താണ് ഒരു ഒബ്ജക്റ്റിൻ്റെ വാല്യൂ കാലം കഴിയുന്നവരും കുറഞ്ഞു വരുന്നു, അതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, മാർക്കറ്റ് സർവേ ആൻഡ് മെഷീനിങ് ടൈം കാൽക്കുലേഷൻസ്, ഇതൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ 2 ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആണ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് വരുന്നത്. ഇനി അടുത്ത മൊഡ്യൂൾ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ മെക്കാനിക്കലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസ്, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് വെച്ചാൽ നമ്മൾക്ക് പഠിക്കാനുള്ള വെൽഡിങ്, കാസ്റ്റിംഗ് എല്ലാം ഇതിൻ്റെ അണ്ടറിലാണ് വരുന്നത്. മെറ്റീരിയൽ സയൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് BCC, FCC, ക്രിസ്റ്റൽ സ്ട്രക്ചർ ഒക്കെ പഠിച്ചിട്ടില്ലേ, അതൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ അയൺ കാർബൺ ഫേസ് ഡയഗ്രാം, ഏതൊക്കെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ വെൽഡിങ്, ഏതൊക്കെ ടൈപ്പ് വെൽഡിങ് ഉണ്ട്, ഡിഫക്റ്റ് എന്തൊക്കെയാണ്, അതുപോലെ മെഷീനിങ് ആണ്, ലേത്ത്, മില്ലിങ്, ഗിയർ ഹോബിങ്, CNC ഓട്ടോമേഷൻ എല്ലാം നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ വരുന്നുണ്ട്. ഇനി മൊഡ്യൂൾ 4 നോക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിട്ട് എനിക്ക് തോന്നി, ഫ്ലൂയിഡ് മെക്കാനിക്സും മെഷീൻസും. ആദ്യം പഠിക്കാനുള്ള ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആണ്. ഇതിനകത്തെന്ന് വെച്ചാൽ എന്താണ് ന്യൂട്ടൺസ് ലോ, വിസ്കോസിറ്റി, ബെർണോളിസ് ഇക്വേഷൻ, ഫ്ലോ, ഒറിഫൈസ് ആൻഡ് നോച്ചിനകത്തുള്ള ഫ്ലോ എല്ലാം പഠിക്കണം. ഹൈഡ്രോളിക് സിസ്റ്റം, എന്തൊക്കെ സിസ്റ്റംസ് ആണ് ഹൈഡ്രോളിക് സിസ്റ്റത്തിലുള്ളത്, എന്തൊക്കെ വാൽവ്, ഏതൊക്കെ ടൈപ്പ് പമ്പുണ്ട്, റിസർവോയർ. ഇനി ഇവിടെ വരെ എന്താ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഇനി ഇവിടെ തൊട്ട് നമുക്ക് എന്താ ഹൈഡ്രോളിക് മെഷീൻസ് തുടങ്ങുകയാണ്. എന്തൊക്കെയാണ് പെൽട്ടൺ വീല്, ഏതൊക്കെ ടൈപ്പ് ടർബൈൻസും പമ്പും നമ്മൾ ഡിപ്ലോമയിൽ പഠിച്ചാൽ BTECൽ പഠിച്ചിട്ടുണ്ടോ, അതിൻ്റെ എല്ലാം ഒരു ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ, ബ്രീഫല്ല അത്യാവശ്യം ഡിസ്കസ്ഡ് ആയിട്ട് തന്നെ ഇവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നോക്കിയേ, മെക്കാനിക്സ് അല്ല അടുത്ത മൊഡ്യൂൾ എന്ന് വെച്ചാൽ മെക്കാനിക്സും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസും മെഷീൻ ഡിസൈനും. അത്യാവശ്യം വലിയ മൊഡ്യൂളായിട്ട് എനിക്ക് തോന്നി. നോക്കിയാൽ എവിടെ നോക്കുകയാണെങ്കിൽ സ്ട്രെസ്സും സ്ട്രെയിനും, ഹുക്സ് ലോയും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം പറയുന്നുണ്ട്, സ്ട്രെസ് അനാലിസിസ് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെസ് എന്ന് വെച്ചാൽ നമുക്കൊരു കുറേ ട്രയാങ്കുലർ ഷേപ്സുകളൊക്കെ ആയിട്ട് കമ്പൈൻഡ് ആയിട്ട് വരുമ്പോൾ ലോഡ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പൈൻഡ് ആയിട്ട് പണിയുന്നതാണ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അതൊക്കെ നമുക്ക് അതിൻ്റെ മെത്തേഡ്സ് ഓഫ് ജോയിന്റ്, സെക്ഷൻസും എല്ലാം പഠിക്കാനുണ്ട്. ഇനി സ്ട്രക്ചറൽ എലമെന്റ്സ് വരുവാണല്ലോ, മോനോഫിനേഷ്യ, റിവറ്റഡ് ജോയിന്റ്, വെൽഡഡ് ജോയിന്റ്, തിൻ സിലിണ്ടർ, അതെല്ലാം ഉണ്ട്. ബീംസ് വരുവാണല്ലോ, ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം, ഇനി കാനിലിവർ ബീം, സിംപ്ലി സപ്പോർട്ട് ബീം, അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം. ഇനി അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് അല്ലെങ്കിൽ മെഷീൻ ഡിസൈൻ എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെയുള്ളത്, സ്ക്രൂ ത്രെഡ് ഏതൊക്കെയുണ്ട്, ആക്മി ത്രെഡ്, ISO ത്രെഡ്, മെട്രിക് ത്രെഡ്, അതെല്ലാം പഠിക്കണം. അതുപോലെ കീസ്, കപ്ലിങ്സ്, ഏതൊക്കെ ടൈപ്പ് കീ ഉണ്ട്, ഏതൊക്കെ ടൈപ്പ് കപ്ലിംഗ് ഉണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ ലിമിറ്റ്, ഫിറ്റ്, ടോളറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷീൻ ഡ്രോയിങ്ങിന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡ്രോയിങ് പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. അത് നമുക്ക് ഇവിടെ കവർ ആവുന്നുണ്ട്. അതുപോലെ നമ്മൾ കൈനമാറ്റിക്സ് പഠിക്കുന്ന ഒരു പോർഷനാണ് എന്ത്, കൈനമാറ്റിക് ലിങ്ക്, കൈനമാറ്റിക് പെയർ, കൈനമാറ്റിക് ചെയിന്, അത് പഠിക്കാനുണ്ട്. ഷാഫ്റ്റ് ഡിസൈൻ ഉണ്ട്, ബെയറിംഗ് ഡിസൈൻ ഉണ്ട്. ഇനി സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗ്, റോളിംഗ് കോൺടാക്ട് ബെയറിംഗ് ഉണ്ട്, ക്യാം ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാം, അതുപോലെ ഗിയർ ട്രെയിൻ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കണം. ഇനി ലാസ്റ്റ് മൊഡ്യൂളായ തെർമൽ എഞ്ചിനീയറിംഗ് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ ഉണ്ട്, IC എഞ്ചിൻസ്, ഹീറ്റ് ട്രാൻസ്ഫർ, റെഫ്രിജറേഷനും എയർ കണ്ടീഷനിങ്ങും, HVAC. ഇത് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു മൊഡ്യൂളാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂളിനകത്തുള്ള ടെക്നിക്കൽ മാത്തമാറ്റിക്സ് എന്തുണ്ട്, 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 10 മാർക്കിന് ടെക്നിക്കൽ മാത്തമാറ്റിക്സ് ഉണ്ട്. ഇനി ബാക്കി മൊഡ്യൂൾ 1 ബാക്കി നോക്കുകയാണെങ്കിൽ ബേസിക് സിവിൽ 5 മാർക്ക്, ബേസിക് മെക്കാനിക്കൽ 5 മാർക്ക്, ഇലക്ട്രിക്കൽ 5 മാർക്ക്, ഇലക്ട്രോണിക്സ് 5 മാർക്ക്, അങ്ങനെ 20 മാർക്ക് നമുക്ക് ഈ ഒരു മൊഡ്യൂള് B2E ചോദിക്കും. അപ്പം മൊഡ്യൂൾ 1 നിന്ന് തന്നെ നമുക്ക് എത്ര മാർക്കായി, 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയി. ഓക്കെ, ഇനി ബാക്കി എത്ര ഉണ്ട്, ബാക്കി 70 മാർക്ക് നമുക്ക് മെക്കാനിക്കലിന് കോറിൽ നിന്നാണ് ചോദ്യം. ഓക്കെ, 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഓരോ മൊഡ്യൂളിൽ നിന്നും ഉണ്ട്.
ഓരോ മൊഡ്യൂളിൽ നിന്നും 14 മാർക്കുണ്ട്. നോക്കി, ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് 14 മാർക്ക്, മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസ് 14 മാർക്ക്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഹൈഡ്രോളിക് മെഷീൻസ് 14 മാർക്ക്, അപ്ലൈഡ് മെക്കാനിക്സ് സ്ട്രെങ്ത് മെറ്റീരിയൽസ് ഡിസൈൻ എല്ലാം കൂടെ 14 മാർക്ക്. ലാസ്റ്റ് മൊഡ്യൂളായിട്ടുള്ള തെർമലിൽ നിന്ന് ഒന്നുണ്ട് 14 മാർക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ എത്രയായി? 70 മാർക്കായി. അപ്പോൾ നമ്മുടെ 100 മാർക്കിലാണ് നമ്മുടെ പരീക്ഷ എന്നറിയാമല്ലോ. അപ്പോൾ 30 മാർക്ക് തന്നെ മൊഡ്യൂൾ 1 നിന്ന് തന്നെ ആയി. ബാക്കി 70 മാർക്ക് ബാക്കിയുള്ള മൊഡ്യൂളിൽ നിന്നാണ്. ഓർത്തോളുക. ടെക്നിക്കൽ മാത്തമാറ്റിക്സ് 10 മാർക്ക്, ബാക്കിയുള്ള സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് 5 മാർക്ക് വെച്ച് 20 മാർക്ക്. മൊഡ്യൂൾ 1 നിന്ന് 30 മാർക്കായി. ബാക്കി മൊഡ്യൂൾ എല്ലാം കൂടെ ചേർത്ത് 14 വെച്ചാകുമ്പോൾ 70 മാർക്ക്, 100 മാർക്കായി. ഞാനിപ്പോൾ പറഞ്ഞത് പോളിടെക്നിക് ലെക്ചറർ മെക്കാനിക്കൽ മാത്രമാണ്. അപ്പം മെക്കാനിക്കൽ മാത്രമല്ല, എല്ലാ ബ്രാഞ്ചിലും പോളിടെക്നിക് ലെക്ചറർ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ CCയിൽ എല്ലാ ബ്രാഞ്ചിലും വേണ്ട പോളിടെക്നിക് ലെക്ചറിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാനായിട്ട് സ്ക്രീനിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ അവൈലബിൾ ആണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. താങ്ക്